ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷായി ഏതാ മൈലാഞ്ചി ഇടുന്നത് നികത്തുമ്പേന്ന്. ഞാൻ മൈദ മൈലാഞ്ചിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കലാണ്. ഇത് നാട്ടിൽ നിന്ന് മോള് കൊടുത്തു വിട്ടതാണ് കേട്ടോ, ആങ്ങളൻ്റെ അടുത്ത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ 2 പ്രാവശ്യം ഇടും കേട്ടോ. ആദ്യം ഒന്ന് ഇട്ടിട്ട് ഉണങ്ങിയിട്ട് അത് കളയൂ, രണ്ടാമതും ഇടും. അപ്പോൾ ഇതിന് നല്ല ചുവപ്പായിരിക്കും. ഇതിന് നാട്ടിൽ 20 രൂപയാണ് കേട്ടോ നാട്ടിൽ. ഇപ്പോൾ ഇവിടുത്തെ ഖത്തറിലെ റിയാലിൻ്റെ ഓർമ്മ വരും. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ രാത്രി ഇടുക കേട്ടോ. ഇപ്പോൾ രാത്രി ഇടുക. ഇതിപ്പോൾ ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഇടുമല്ലോ, ഒരു വട്ടം ഇട്ടിട്ട് തുടങ്ങിയിട്ട് അതേ സ്പോട്ടിൽ തന്നെയാണ്. ഇത് നല്ല ഉണങ്ങിയെന്ന് കണ്ടാൽ കളഞ്ഞിട്ട് അതേ സ്പോട്ടിൽ ഒന്നും കൂടി ഇട്ടിട്ട് പിന്നെ നേരം വെളുത്തിട്ടേ കളയുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് എന്തായിട്ടുണ്ടാവും, ചോന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചോന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നഖത്തിൻ്റെ എല്ലാം പോയി കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 6 മാസമായില്ലേ. 6 മാസത്തിൻ്റെ ഉള്ള ഒറ്റ ഇട്ടിട്ടുള്ളൂ. ഇതായി കാലുമത്തെ അങ്ങനെ പോകില്ല കേട്ടോ. നമ്മളെ കയ്യുമത്തെ വേഗം പോകും. കൈ എന്ന് പറഞ്ഞാൽ ഏത് സമയം വെള്ളത്തിലല്ലേ, കോറക്സും കാര്യങ്ങളും വെള്ളവും സോപ്പും എല്ലാം ആകുമ്പോൾ പെട്ടെന്ന് പോകും. കാലങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് കാലുമത്തെ നല്ല നിൽക്കും, പക്ഷെ കയ്യുമത്തെ നിൽക്കുകയില്ല കേട്ടോ. ഞാനിതിങ്ങനെ ചെറുങ്ങനെ പോകുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് അത്ര ഇത് വരില്ല. ഇത് മോള് ടൗണിൽ നിന്ന് വാങ്ങി, നമ്മളവിടെ വയനാട്ടിൽ നിന്ന് ഞങ്ങളെ ടൗണിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇടുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അവൾ കൊടുത്തു വിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ പഞ്ചസാര വെല്ലം വെച്ചിട്ട് കൽക്കരി വെച്ചിട്ട് ഇടും. വെല്ലം വെച്ചിട്ട് ഉണ്ടാക്കും. നമ്മളെ പാൽപ്പൊടിൻ്റെ നിഡോൻ്റെ ടിന്നില്ലേ ചെറുത്, അത് വെച്ചിട്ട് അതിലാണ് ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ മോള് കൊടുത്തു വിട്ട് ട്യൂബ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് സുഖമാണ്, ഉണ്ടാക്കേണ്ട മെനക്കേടില്ലല്ലോ. അപ്പം ഞാനിന്നിങ്ങനെ ടേബിള് തുറന്ന് നോക്കിയപ്പോഴേ അതിലുണ്ടായിട്ടോ. അൽമാറ തുറന്ന് നോക്കിയപ്പോൾ അതിലുണ്ടായി. പിന്നെ വിചാരിച്ച് നഖത്തും ഇടാം. എല്ലാം ചോന്നിട്ട് കാണിച്ചു തരണ്ടേ. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ, കണ്ട. നഖത്തുമ്മ ഞാൻ കാൽമ ഇടുന്നില്ല, കാൽമ പെരുന്നാൾക്ക് ഇട്ട് കൊടുക്കാം. കയ്യുമത്തെ പറ്റപ്പോയി. പിന്നെന്താണ് വിശേഷം? ഇന്ന് ഞങ്ങൾ മറ്റേ സെൽവാർ റോഡിൻ്റെ അവിടെ ഞാനും ശ്രീജി, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, ഓളും കൂടി പിന്നെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളൊരു ബന്ധുവിനെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കടയിൽ കയറിയപ്പോൾ അപ്പോൾ ഇന്നലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു സൂക്കുണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ അവിടെ ഹിന്ദിക്കാരനെ വന്നു. അപ്പോൾ ഹിന്ദിക്കാരന് കടീൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഓലോട് ചോദിച്ച് മലയാളി ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ മലയാളിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഒരു ആൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം വേറൊരാളും ഇരിക്കുന്നുണ്ട് കേട്ടോ. ആളെന്നറിയില്ല, എൻ്റെ മോൻ്റെ അത്രയേ ഉള്ളൂ, എൻ്റെ മരുവൻ്റെ എല്ലാം അത്രയേ ഉള്ളൂ, ചെറിയോന്. അപ്പോൾ ഇയാളിങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഹിന്ദി അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചില ആൾക്കാർക്ക് നമ്മൾ അറിയാത്ത ഹിന്ദി പറയുമ്പോൾ പിന്നെ ഓലിക്ക് ഇങ്ങനെ ഉണ്ടാവൂലേ, ചിരി വരൂലേ. അപ്പോൾ നമ്മൾ അറിയാത്ത പോലെ ഹിന്ദി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അതുകൊണ്ട് ചിരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതുകൊണ്ട് നമ്മൾ ചിരിക്കുക. അങ്ങനെ മലയാളി വന്ന് കടി ഓർഡർ ചെയ്ത്. അപ്പോൾ ഇവൻ പറയുന്നൊന്നും ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല, ഞങ്ങൾ പറയുന്നൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല. അതാണ് ഹിന്ദിക്കാരും ഹിന്ദി അറിയാത്ത നമ്മളുമായിട്ടുള്ള വ്യത്യാസം കേട്ടോ. അങ്ങനെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ടിട്ടാ. ഇനി ഇത് ഉണങ്ങിയിട്ട് കളയും, എന്നിട്ട് ഒന്നും കൂടി ഇടും. എന്നിട്ട് ഞാൻ നഖം കാണിച്ചാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ചുണ്ടെല്ലാം ഉണങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളില്ലേ
അപ്പം നമ്മൾ വിചാരിച്ചില്ല, നമ്മളിങ്ങനെ ഒരാളിങ്ങനെ അറിയാത്ത ആളിങ്ങനെ അറിയുന്ന ആളാകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല, അറിയാത്ത ആളാകുമ്പോൾ ഇങ്ങനെ നമുക്ക് എന്തോ പോലെയല്ല. അപ്പോൾ അയാൾ ചായ കുടിച്ച് എന്നോട് നേരെ വന്നിട്ട് ചോദിച്ചു ഷായി അല്ലേ എന്നിട്ടാ. അപ്പോൾ അതേന്ന് പറഞ്ഞ് യൂട്യൂബെല്ലാം ചെയ്യുന്ന അതേന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് മോനെ പരിചയപ്പെടുത്തി. അത് മോനാണ് കൂടെ ഉണ്ടായത്. അപ്പോൾ മോനെ പരിചയപ്പെടുത്തി, ഇളയ മോനാണ് സായി. ഞങ്ങൾ ഫാമിലി ഇവിടെയാണ്, ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ടാണ് കാണൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടതിൽ സന്തോഷം തന്നെ പറഞ്ഞ് കുറേ നാട്ടിലെന്താ വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ എന്നെല്ലാം ചോദിച്ച്. പിന്നെ കൊണ്ടാക്കി തരാമെന്നെല്ലാം പറഞ്ഞിട്ടാ. മോനും ഉണ്ട്. മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെക്കാട്ടി ചെറിയ മോനാണ്, 22 വയസ്സുണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അപ്പം അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പറഞ്ഞു വീട്ടിൽ കൊണ്ടാക്കി തരാം, വണ്ടി നടന്നു പോകണ്ട. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ എത്താണ് റൂം, അപ്പം ഞങ്ങൾ നടന്നു പോകുക, ഞങ്ങൾക്ക് 2-3 സാധനങ്ങളും വാങ്ങണം, പച്ചക്കറിയെല്ലാം പറഞ്ഞ്. അങ്ങനെ അതേപോലെ ഇന്ന് ഞങ്ങൾ ഷീജൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവർ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട്, ഏതായാലും ഈ സമയത്തിൽ ഫുഡ് കഴിച്ചിട്ട് പോയിക്കോളി, ഞാൻ അവിടെ പോയിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയപ്പോൾ അവിടെ ഒരു ഫാമിലി നേരെ വന്നീന് എൻ്റെ അടുത്തേക്ക്, ഷായി അല്ലേ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, അവർ ആ മുഖത്തെ സന്തോഷം, നമ്മളെ മുഖത്തെ സന്തോഷം കൂടി, നമ്മളെ ഒരു വീട്ടിലൊരാൾ വന്ന പോലെ ഷായി സുഖമാണോ, യൂട്യൂബെല്ലാം സൂപ്പറായി പോകുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കാണലുണ്ട്, ഇപ്പോൾ ലൈക്ക് അടിക്കലുണ്ട്, സപ്പോർട്ട് ചെയ്യലുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ ഓല് എന്ത് തന്നാലും എന്ത് ചെയ്താലും കിട്ടാത്തൊരു സ്നേഹമാണ് ഓല മുഖത്ത് നമുക്ക് കാണുന്നത്. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കൽ, പണിയെല്ലാം ഉണ്ടവിടെ ചോദിക്കൽ. അപ്പോൾ അതെല്ലാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊരു സങ്കടമുണ്ട്, ഉമ്മാക്ക് സുഖമില്ല. ചുണ്ടെന്താണെന്ന് അറിയില്ല, ഉണങ്ങുന്നത്. നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചാൽ ചോറടിച്ച് കയറും. അപ്പോൾ ഇമ്മാക്കാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി എന്ന് പറഞ്ഞാൽ പനിയും ചുമയും ശ്വാസം മുട്ടലും. ഉമ്മക്ക് ഇതന്നെ വരുമ്പോൾ കെടുക്കുക. അപ്പം ഉമ്മ ഒന്നും കെടുക്കാത്ത ഒരാളാണ് വീട്ടിൽ. ഉമ്മെല്ലാം എന്താ പറയാന്, എന്താണ് പറയുക, അങ്ങനെ ഓരോ ജോലി ചെയ്ത് നടക്കുന്നതാണ് എൻ്റെ ഉമ്മെല്ലാം. അപ്പോൾ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ കിടന്നെന്ന് പറയുമ്പോൾ ഉമ്മ എണീറ്റിട്ടില്ല അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. നമുക്ക് എന്ത് രോഗം വന്നാലും എനിക്ക് സങ്കടമില്ല, എന്ത് അസുഖം വന്നാലും ഇതിനെപ്പറ്റി എനിക്ക് പക്ഷെ ഉമ്മാക്കും മൂത്തമ്മാക്കെല്ലാം വരിക എന്ന് അറിയാഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടൂല കേട്ടോ. എന്തോ ഒരു ടെൻഷൻ. റൂമിലിരുന്നാലും എവിടെയെങ്കിലും പോയിരിക്കണമെന്ന്, പിന്നെ പണിസ്ഥലത്ത് പോയാൽ പണി നീങ്ങൂല, ജോലി ചെയ്തോ നീങ്ങൂല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഇന്ന് സങ്കടമുണ്ട്, ഇവരെ കണ്ട് സന്തോഷമുണ്ട്, എന്താ പറയുക, എല്ലാം കൊണ്ടും. ഞാൻ പറഞ്ഞില്ല, പ്രവാസികൾ അങ്ങനെയാണ്. ഇന്നൊരു നമുക്ക് നല്ല ദിവസമാണ്, നാളെ ടെൻഷൻ അടിച്ചുള്ള ദിവസമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇൻഷാല്ലാ ചുവന്നിട്ട് കാണിച്ചു തരണ്ട് കേട്ടോ. നല്ല ചുവക്കും, നല്ല മൈലാഞ്ചിയാണ് കേട്ടോ. ഇതിപ്പോൾ മോള് 3-4 കൊടുത്തു വിട്ടീന്, ഒന്ന് കഴിഞ്ഞ് ബാക്കി അവിടെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് 2 വട്ടം ഇട്ട് കൊടുത്താൽ മതി, ഇതാ നല്ല കളറാവും. ഇപ്പം ഞാൻ കാണിച്ചപ്പോൾ നമ്മളെ കുറേ പെണ്ണോട് ചോദിച്ചു ഷായി ഏത് മൈലാഞ്ചി എന്ന് ഇട്ടുമിടുന്നതെന്ന്. അപ്പം ഞാനിതാണ് ഇടൽ, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാക്കലാണ്. ഇത് ഒരു മൈലാഞ്ചി എനിക്ക് കയ്യിലിടാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഒന്നും കയ്യിൽ ഇടാൻ പറ്റില്ല. എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊന്തി എന്താ ഇങ്ങനെ വരും. എവിടെയൊക്കെ നമ്മൾ മൈലാഞ്ചി ഇട്ടാന്നെല്ലാം തണർത്തിട്ട് ഇങ്ങനെ വണ്ണം വെച്ച് വരും. എനിക്ക് ഒരു മൈലാഞ്ചിയും കയ്യിലിടാൻ പറ്റില്ല. ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇടലും ഇല്ല, നഖത്തുമ്പോൾ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാൻ വന്നത്, നമുക്ക് നമ്മളെ എടുത്ത് വന്ന് നമ്മളൊരു കുടുംബം പോലെ, അല്ലെ നമ്മളൊരു പുതിന താനെ പോലെല്ലാം വന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഷായി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളതാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. അതേപോലെ ആ ഇന്നലെ ഹോട്ടലിൽ നിന്ന് കണ്ട മോനെ പരിചയപ്പെടുത്തി തന്ന, അതെല്ലാം നമുക്ക് എവിടുന്നും കിട്ടാത്തൊരു അംഗീകാരം. എന്ത് കിട്ടിയാലും നമുക്ക് ഇതാവില്ലല്ലോ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് മക്കളെയും പരിചയപ്പെടുത്തി, ഞങ്ങളെല്ലാവരും കൂടി യൂട്യൂബ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ വേറെ എന്തൊക്കെ വിശേഷമോ? അപ്പോൾ ഞാൻ കൈയെല്ലാം ചുവന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ. ഇപ്പോൾ മൈലാഞ്ചി ഇതാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ അപ്പോൾ മോള് കൊടുത്തയച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാക്കില്ല. അന്ന് ആങ്ങളെ വന്നപ്പോൾ കുറേ സാധനം കൊടുത്തയച്ചില്ല, അതിൻ്റെ കൂട്ടത്തിൽ മോള് കൊടുത്തു വിട്ടതാണ് വാങ്ങിയിട്ട്. എൻ്റെ നഖത്തുമ്പോൾ എപ്പോഴും ഞാൻ മൈലാഞ്ചി ഇട്ടു കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നഖത്തുമ്പോൾ ഇങ്ങനെ കാലുമ്മയും കയ്യുമ്മയും മൈലാഞ്ചി ഇട്ടു.
ഈ കയ്യിലിടലില്ല. ഈ കയ്യിലിട്ടിട്ട് കാര്യമില്ല. ഈ കയ്യിൽ പെട്ടെന്ന് പോകും. എനിക്ക് തോന്നുന്നു പിന്നെ ഈ കയ്യിലാണ് നിൽക്കുക. ഈ കയ്യിലും നിൽക്കൂല. എങ്ങനെ ഈ സമയം വെള്ളത്തിലല്ല. അടിക്കൽ തുടക്കലെല്ലാം ആകുമ്പോൾ വേഗം പോകും. ഇപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇൻഷാല്ലാ ഇത് ചോന്നിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇന്നറിയുന്ന എവിടുന്നെങ്കിലെല്ലാം എന്നെ കണ്ടാൽ പിന്നെ ആരും കമൻ്റ് ഇട്ടീന് ഷായി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പരിചയപ്പെടാൻ പറ്റിയില്ല എന്ന്. പിന്നെ ആരെങ്കിലെല്ലാം പരിചയമുള്ളവർ യൂട്യൂബിൽ കണ്ട് പരിചയമുള്ളവരാണെങ്കിൽ പരിചയപ്പെട്ടോളൂ, വന്നോളൂ. നമുക്ക് കാണാനും ആഗ്രഹങ്ങളുണ്ട്. നമ്മളെ സബ്സ്ക്രൈബറെ നിങ്ങൾക്കും എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടുന്നല്ലേ ഇതേപോലെ ആരെങ്കിലും എല്ലാം കണ്ടുമുട്ടുകയാണെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടു, അതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോമ്പും കാര്യമെല്ലാം വരുന്നത്. അപ്പോൾ നോമ്പും കാര്യമെല്ലാം വരുമ്പോൾ ആദ്യം നമ്മളെ മനസ്സും ശരീരമെല്ലാം എന്താക്കുക, ശുദ്ധിയാക്കുക, എന്നിട്ട് വീടെല്ലാം ശുദ്ധിയാക്കുക. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റ് ചെയ്യുന്നവരുണ്ടാവും, വാക്കുകൊണ്ടും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളെ ബന്ധുക്കാരായാലും ഫ്രണ്ട്സുകളായാലും അയൽവാസികളായാലും എല്ലാം എന്തെങ്കിലും ഒരു തെറ്റ് കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വാക്ക് പറഞ്ഞിട്ട്, വാക്ക് മാത്രമല്ല നമ്മൾ പറയുക, വാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ നമ്മൾ നോമ്പിൻ്റെ മുന്നേ ആദ്യം നമ്മളെ ശരീരവും മനസ്സും ആണ് ശുദ്ധിയാക്കേണ്ടത്. എന്നിട്ടാണ് വീടെല്ലാം ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ പിടിക്കുക. അല്ലെങ്കിൽ ഞാൻ പണ്ടും പറയലുണ്ട്, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നമ്മൾ ആ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമം മാറിയാൽ, ദേഷ്യം മാറിയാൽ ഓല് മുണ്ടിയില്ലെങ്കിൽ നമ്മൾ പോയി മുണ്ടുക, ഓലൊരു പൊരുത്തപ്പെട്ട് തരണമെന്ന് പറയുക. അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. നമ്മളെ മരണം നമ്മളോട് ചോദിച്ചിട്ടല്ല പഠിച്ചോ നമ്മളെ കൊണ്ടുപോകണം അല്ല. അപ്പം നമ്മൾ മരിക്കുന്ന മുന്നേ നമുക്ക് എന്താണ് സ്വയബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്താലാണെങ്കിലും വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ പൊരുത്തപ്പെടിക്കുക. പഠിച്ചവൻ എല്ലാ തെറ്റായാലും എല്ലാം കൊണ്ടും നമുക്ക് പഠിച്ചവൻ പൊരുത്തപ്പെട്ട് തരട്ടെ. അപ്പോൾ എല്ലാവരും ആദ്യം ശരീരവും മനസ്സുമാണ് ശുദ്ധിയാക്കേണ്ടത്, എന്നിട്ടെല്ലാം വീടെല്ലാം ശുദ്ധീകരിക്കുക. പിന്നെ ഓലെ കുറ്റം പറയാതെ നിൽക്കുക, അവിടെ പാളി വെക്കാതെ നിൽക്കുക, ഇവിടെ പാളി വെക്കാതെ നിൽക്കുക. നമുക്ക് നമ്മളെ കാര്യം തന്നെ ഇഷ്ടംമാതിരി പറയാനുണ്ട്. നമ്മളെ കാര്യം പറഞ്ഞാൽ തന്നെ തീരൂല, അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യമോ മറ്റുള്ളവരോട് പാളി വെക്കാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ നിൽക്കാതെ നല്ല പ്രവൃത്തി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ആരും പറയണ്ട, നമ്മളൊന്നും നല്ലവരല്ലല്ലോ. പിന്നെ നമ്മൾ മറ്റുള്ളവരത് പറയാൻ നമ്മളൊന്നുമല്ല, നമ്മൾ അർഹതല്ല, നമ്മൾ ആരെ പറയാനും നമ്മൾ അർഹതല്ല അല്ലേ. അപ്പം ആരും പറയാതിരിക്കുക, കഴിയുന്നതും മറ്റുള്ളവരെ പറയാതിരിക്കുക, മറ്റുള്ളവരെ ശാപം വാങ്ങാതിരിക്കുക, മറ്റുള്ളവരോട് എന്തെങ്കിലും നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ പൊരുത്തപ്പെടിക്കുക. ഞാൻ നിങ്ങളോടും പറയുന്നു, ഞാൻ എൻ്റെ പ്രവൃത്തിയോ കാര്യങ്ങളോ എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബെല്ലാം ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടുക. അറിവ് നമ്മൾ പഠിപ്പോ കാര്യമൊന്നുമില്ല. നമ്മൾ കണ്ട് കേട്ട കാര്യങ്ങളെ നമുക്ക് അറിവുകളുള്ളൂ. പഠിച്ചിട്ടോ അല്ലാതെ നമ്മൾ ഒന്നുമല്ല. എല്ലാവരും പൊരുത്തപ്പെടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ. ഇതെല്ലാം ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കാണാനുള്ള ഭാഗ്യം പഠിച്ചോൻ തരട്ടെ, എവിടുന്നായാലും അല്ലേ, കാണാനുള്ള ഭാഗ്യം തരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക.